ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് പറയണത്, അങ്ങനെ പ്രകാശിനെ ഹോസ്പിറ്റലിൽ കിടത്തിയതിന് ശേഷം കല്യാണിയും കാർത്തികയും കൂടി കയറി കാണുന്നുണ്ട്. കല്യാണി പറയണ്ട, അച്ഛ നോക്കച്ച, ഞങ്ങൾ 3 പെമ്മക്കളും അച്ഛനെ കാണാൻ വേണ്ടി വന്നച്ച, അച്ഛ ഒന്ന് കണ്ണ് തുറക്കച്ച എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. പതുക്കെ പതുക്കെ പ്രകാശൻ കണ്ണ് തുറന്ന് നോക്കുമ്പോഴേക്കും പ്രകാശനാകെ ഞെട്ടിപ്പോവാണ്. തൻ്റെ 3 പെമ്മക്കളും തൻ്റെ കൂടെ നിൽക്കുക കേട്ടോ. അത് കാണുമ്പോൾ പ്രകാശൻ ഭയങ്കര സന്തോഷം തോന്നുവാണ്. കല്യാണി മാസ്ക് പോയി മാറ്റിയിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കൊന്നും വേണ്ടട്ടോ, ഞങ്ങൾ 3 പേരും അച്ഛൻ്റെ കൂടെ തന്നെയുണ്ട്, ഇനി അങ്ങോട്ട് അച്ഛൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, അച്ഛന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ചെറിയൊരു പനി കൂടിപ്പോയതാണ്, വേറെ പ്രശ്നമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്, അച്ഛന് ഒരു വിഷമവും വേണ്ട, ഞങ്ങൾ 3 പെമ്മക്കളും അച്ഛൻ്റെ കൂടെ തന്നെയുണ്ട്, അച്ഛൻ ആഗ്രഹിച്ച പോലെ ഈ ഓണത്തിന് നമുക്ക് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിക്കണോ അച്ഛാ, ഞങ്ങൾ 3 പെമ്മക്കളും അമ്മമാരുടെ പിന്നെ അതുപോലെ തന്നെ അമ്മമ്മയുടെ ഒക്കെ കൂടി ഇരുന്നിട്ട് നമുക്ക് സദ്യ കഴിക്കണം, പിന്നെ കിരണേട്ടൻ അതുപോലെ തന്നെ രതീഷ് ഏട്ടൻ എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് ഞങ്ങൾ കല്ലുമോനും അതുപോലെ തന്നെ നമ്മുടെ കാദംബരിയുടെ കുഞ്ഞൊക്കെ ആയിട്ട് നമുക്ക് ശരിക്കും ആഘോഷിക്കാം, കിരണേട്ടൻ്റെ അച്ഛനും അമ്മേനെയൊക്കെ വിളിക്കാം, എല്ലാവരെയും വിളിച്ച് തന്നെ നമുക്ക് അടിച്ചു പൊളിച്ച് തന്നെ ആഘോഷിക്കണം അച്ഛൻ ഓണം എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങൾ 3 പേരും പുറത്ത് തന്നെയുണ്ട്, അച്ഛൻ റെസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ സിസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതെ, നിങ്ങൾ 3 പേർത്തും ഞാൻ പറഞ്ഞല്ലേ പെട്ടെന്ന് പോകണം, സംസാരിക്കാൻ പാടില്ലെന്ന്, സോറി സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കാർത്തികേനെയും കാദംബരിനെയും വിളിച്ചിട്ട് കല്യാണി അവിടെ നിന്ന് പോവുകയാണ്. കല്യാണി തിരിഞ്ഞ് നോക്കുന്നുണ്ട് പ്രകാശൻ. ആ സമയത്ത് പ്രകാശൻ 2 കൈയും ഇങ്ങനെ കൂപ്പി കല്യാണിന്റെ മുമ്പിൽ നിൽക്കുക കേട്ടോ. കല്യാണി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുകയാണ്. പുറത്തിറങ്ങുമ്പോഴേക്കും കിരൺ ചോദിക്കേണ്ട എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കല്യാണി കരയാണ്. കാദംബരി പറയുന്നുണ്ട്, അച്ഛനെ കണ്ടപ്പോൾ വിഷമം തോന്നി, ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഇപ്പോഴാണ് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമായത്, അച്ഛൻ മാറിയെന്ന് പറഞ്ഞപ്പോൾ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല, എന്തായാലും ഇപ്പം ഞങ്ങൾക്കും വിശ്വാസമൊക്കെ ഉണ്ട്, ശരിക്കും അച്ഛൻ മാറി, എനിക്ക് അറിയാലോ പഴയ അച്ഛൻ ഇപ്പോഴത്തെ അച്ഛൻ ശരിക്കും മാറിയെന്ന് പറയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട്, എനിക്ക് എന്നാലും ഇപ്പോഴും വല്ലാതെ പേടി പോലെ തോന്നുന്നുണ്ട്, കാരണം വിക്രമാദിത്യം വന്നാൽ മാത്രമേ എനിക്കൊരു വിശ്വാസം ആവുള്ളൂ എന്ന് പറയണം. കിരൺ പറയണ്ട, അതും ശരിയാണ്, ആ വിക്രം ഒന്ന് ജയിലിൽ നിന്ന് ഇറങ്ങട്ടെ, അതിനുശേഷം നമുക്ക് ആലോചിക്കാം ഇയാൾ മാറിയോ ഇല്ലയോ എന്നുള്ളത്, എന്തായാലും ഹോസ്പിറ്റലിൽ കിടക്കണം, ഇയാൾക്ക് ആരും ശത്രുതയൊന്നും കാണിക്കേണ്ട, നിങ്ങൾ 3 പെമ്മക്കളും അയാളുടെ കൂടെ തന്നെ ഉണ്ടാവണം, പറ്റുന്ന സമയത്തൊക്കെ അയാളുടെ കൂടെ ഒന്ന് ഇരിക്കണം എന്നൊക്കെ പറയാണ് കിരൺ. എന്തായാലും ഇന്ന് കല്യാണം ഇരുന്നോളൂ, നിങ്ങൾ 2 പേരും പോയിക്കോളാൻ പറയാണ്. അങ്ങനെ കാദംബരിയും അതുപോലെ തന്നെ നമ്മുടെ കാർത്തികയും കൂടി അവിടെ നിന്ന് പോവാണ്. കല്യാണി പറയണ്ട, കിരണേട്ടൻ വേണമെങ്കിൽ പോയിക്കോ, ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറയണം, അമ്മയും കല്ലുമോൻ ഒറ്റയ്ക്കല്ലേ വീട്ടിൽ, ശാന്ത ചേച്ചി മാത്രമല്ലേ ഉള്ളൂ, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ എന്ന് പറയുന്നുണ്ട്. നീ ഒറ്റയ്ക്ക് എങ്ങനെയാണ് കല്യാണി ഇവിടെ നിൽക്കുന്നത്, അത് സാരില്ല, ഇവിടെ ആര് വന്ന് ഇപ്പോൾ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ്, എന്നാൽ ഞാനൊരു കാര്യം ചെയ്യും, അമ്മേനെ വേണമെങ്കിൽ പറഞ്ഞു വിടാം, വേണ്ട കിരണേട്ട എന്ന് പറയാണ്. എന്തായാലും അച്ഛനും അമ്മയും കൂടെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ശരി, എന്തായാലും കിരണേട്ടൻ പോയിക്കും, അച്ഛൻ്റെ അടുത്ത് ഞാൻ തന്നെ നിൽക്കട്ടെ എന്ന് പറയണം. അങ്ങനെ കിരൺ അവിടെ നിന്ന് പോകുന്നുണ്ട്. കല്യാണി ഭക്ഷണവും വെള്ളവും ഒന്നും കുടിക്കാണ്ട് അച്ഛനും കണ്ണു തോന്നുന്നു കണ്ടാൽ മതി, അച്ഛൻ പഴയ പോലെ ആയാൽ മതി, ഒന്നും കഴിക്കാതെ പ്രകാശിന്റെ പഴയ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുക കേട്ടോ. അതേസമയം നമ്മുടെ പ്രകാശൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് നിന്ന് പോയിട്ട് പ്രകാശൻ ഇങ്ങനെ അങ്ങനെ നിൽക്കുന്ന സീൻ ഒരെണ്ണം പ്രൊമോയിൽ കാണിച്ചായിരുന്നു. അത് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് പ്രകാശൻ മരിച്ചു എന്ന്. ആ രീതിയിൽ ഞാൻ ഇന്നലെ റിവ്യൂ ഇട്ടത്. പക്ഷേ വേറൊന്നുമല്ല, അത് വല്ല കല്യാണിയുടെ കാർത്തികയുടെ കാദംബരിയുടെ സ്വപ്നം വരെ ആവാനേ ചാൻസ് ഉള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇന്നലെ ശരിക്കും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് പ്രകാശൻ ഇങ്ങനെ കിടക്കണതും ആ ഗ്രാഫ് ഇങ്ങനെ നിലത്തേക്ക് ഇങ്ങനെ താഴ്ന്നു പോയി കിടക്കണത്, അതായത് ഹാർട്ട് ബീറ്റ് ഇല്ല മരിച്ചു എന്ന രീതിയിൽ കാണിക്കണം. അത് മിക്കവാറും സ്വപ്നമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ലൊക്കേഷൻ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതിൽ കാണിച്ചത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രകാശൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഓണത്തിന്റെ ദിവസം കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ആ റിവ്യൂ ആണ് പറയാൻ പോണത്. അപ്പോൾ ആ ഇത് കാണാത്തവർക്ക്, ആ ലൊക്കേഷൻ കാഴ്ച കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന്റെ റിവ്യൂ ആയിട്ട് പറയാൻ കേട്ടോ. അങ്ങനെ ഓണത്തിന്റെ ദിവസം വരെയാണ് ശരിക്കും പറഞ്ഞാൽ കിരണിന്റെ കണ്ണിന്റെ വീട് ശരിക്കും അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഓണത്തിന്റെ ആ ഒരു വൈബ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്രകാശൻ കല്യാണിയും അതുപോലെ തന്നെ നമ്മുടെ രതീഷ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കാദംബരി അവരുടെ കുട്ടിയും വന്നിട്ടുണ്ട്. കിരണിന്റെ കയ്യിൽ കല്ലും മോനും ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേരെ. അപ്പോൾ കല്യാണി അങ്ങോട്ട് വരുന്നുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ ചായ കൊടുക്കുകയാണ്. ദീപ പക്ഷെ മുമ്പിലേക്ക് വരുന്നത് കാണിക്കുന്നില്ല. ദീപക്ക് എപ്പോഴും പ്രകാശനോട് ദേഷ്യമാണ്. പക്ഷെ പ്രകാശൻ ഒരു പുതിയ ഷർട്ടും മുണ്ടും കല്യാണി സമ്മാനിക്കുകയാണ് ഓണത്തിന്. അച്ഛൻ ഇതിട്ട് വരണമെന്ന് പറയാണ്. അത് മാത്രമല്ല, ഹോസ്പിറ്റലിൽ നിന്ന് കല്യാണി നേരെ ഡിസ്ചാർജ് ആയിട്ട് കൊണ്ടുപോകണത് കല്യാണിയുടെ വീട്ടിലേക്ക് തന്നെയായിട്ട് കൊണ്ടുപോകണത്. ശേഷം പ്രകാശിന്റെ കയ്യിലും ആ ഊന്നുവടി ഉണ്ടല്ലോ അത് പൂർണ്ണമായിട്ട് മാറ്റിക്കളഞ്ഞു. കല്യാണി ഇപ്പൊ പ്രകാശൻ നടപ്പിക്കാൻ തുടങ്ങി. അതായത് പ്രകാശൻ ഇപ്പൊ സ്വന്തം കാലിൽ നടക്കാം, കാലിലെ മുറിവൊക്കെ ഭേദമായി. അങ്ങനെ പ്രകാശൻ ഊന്നുവടിയില്ലാതെ നടക്കുന്ന ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു ലൊക്കേഷൻ വീഡിയോയിൽ. അങ്ങനെ കല്യാണി കൊടുത്ത ആ പുതിയ ഷർട്ടും മുണ്ടൊക്കെ കൊടുത്തിട്ട് പ്രകാശൻ ഇങ്ങനെ വരാന്തയിലേക്ക് ഇങ്ങനെ വരുക കേട്ടോ. ആ സമയത്ത് അവിടെ രതീഷ് ഉണ്ട്, അതുപോലെ തന്നെ കിരൺ ഉണ്ട്, കാദംബരി ഉണ്ട്, കല്യാണി ഉണ്ട്. അപ്പോൾ കല്യാണി ഇങ്ങനെ പ്രകാശിന് വരുന്ന അത് ഞാൻ ആ ഫോട്ടോ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം. അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും ഞാനിപ്പോൾ പറഞ്ഞ കാഴ്ചയുടെ ഫോട്ടോ. അപ്പോൾ പ്രകാശൻ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേനെ കല്യാണി പറയുന്നുണ്ട്, കിരണേട്ടാ നോക്കിക്കേ, അച്ഛനാകെ മാറിയല്ലേ
കിരണേട്ട എന്ന് പറയണം. അത് കേൾക്കുമ്പോൾ തന്നെ രതീഷ് പറഞ്ഞു മാറി അയാളുടെ അതാണ് സ്വഭാവത്തിൽ മാറിയോന്ന് എനിക്കറിയില്ല, കാഴ്ചയിൽ മാറിയിട്ടുണ്ട്, സ്വഭാവത്തിൽ മാറിയൊന്ന് വിക്രം വന്നാലേ അറിയാൻ പറ്റുമെന്ന് രതീഷ് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ കിരൺ പറയുന്നുണ്ട് അത് രതീഷ് പറഞ്ഞാൽ ശരിയാണ് കേട്ടോ, വിക്രമാദിത്യൻ വന്നാലേ ഇയാളെ തനി സ്വഭാവം അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ പ്രകാശ് അവിടേക്ക് ഊന്നുവടി ഇല്ലെങ്കിൽ പതുക്കെ നടന്നാ വരുന്നത്. മക്കളെ ഞാനൊരിക്കലും മാറില്ലടാ, ഇനി വിക്രം നിങ്ങൾ ഉപദ്രവിക്കാൻ നോക്കിയാൽ അവന്റെ മരണം എൻ്റെ കൈ കൊണ്ടിട്ടായിരിക്കും എന്നൊക്കെ പറയാണ്. അങ്ങനെ പ്രകാശ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കല്യാണി ചോദിക്കേണ്ടത് എന്താ വെച്ചാൽ അച്ഛനെ കല്യാമോനെയൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അതെ, എൻ്റെ 2 ചെറുമക്കളെയും എനിക്ക് എൻ്റെ 2 കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയാണ്. അങ്ങനെ പ്രകാശിനെ കല്യാണി കസേരയിൽ ഇരുത്താട്ടോ. ശേഷം കാദംബരിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിക്കുന്നുണ്ട്. കാദംബരി ഇങ്ങനെ കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട്. പ്രകാശിൻ്റെ അതായത് ഇരിക്കുന്ന സമയത്ത് ഒരു തൊടയിൽ നമ്മുടെ കാദംബരിയുടെ കുഞ്ഞും ഇപ്പുറത്തെ കയ്യിൽ നമ്മുടെ കല്യാണിയുടെ കല്ലുമോനും ഇരിക്കുകയാണ്. 2 പേരെയും പ്രകാശം മാറി നോക്കിയിട്ട് പൊട്ടിക്കരയാട്ടോ. എന്തിനാ വെച്ചാൽ നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ കരയണത്? അല്ല മക്കളെ, ഞാൻ പണ്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, ആ മക്കള് ജനിക്കണം, ആ മക്കളാണ് കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു പെൺകുഞ്ഞിന് എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന്. അപ്പോൾ ഞങ്ങളുടെ മക്കൾ ഇപ്പോൾ ആൺകുഞ്ഞായതാണ് കുഴപ്പം എന്ന് ചോദിക്കുമ്പോഴേക്കും അല്ല മോളെ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, എനിക്കിപ്പോൾ വല്ലാത്തൊരു ആഗ്രഹം തോന്നുന്നുണ്ട് ഒരു പെൺകുഞ്ഞിനെയും കൂടി. അപ്പോഴേക്കും നമ്മുടെ കാദംബരി പറയണ്ട് ഇനി എന്തായാലും ഒരു കുഞ്ഞിനെ കുറിച്ച് കിരണിനും കല്യാണിക്കൊക്കെ ആലോചിക്കാം കേട്ടോ, കല്ലുമോന് 2 വയസ്സാവാനായില്ലേ എന്ന് പറയണം. അപ്പം കിരൺ പറയണ്ട് അത് കല്യാണിയും കൂടി വിചാരിക്കേണ്ട പറയുമ്പോൾ കിരണേട്ടാ വെറുതെ ഇരിക്കട്ടത് അങ്ങനെ പറയുമ്പോൾ രതീഷ് പറയണ്ട് തുടങ്ങിയാലേ 2 പേരും റൊമാൻസ് എന്ന് പറയണം. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്തത് ഒരു പെൺകുഞ്ഞാവട്ടെ, ആണും പെണ്ണും 2 പേരും ഒരുപോലെ വളരട്ടെ എന്നൊക്കെ പറയാണ്. അങ്ങനെ 2 മക്കളെയും പ്രകാശിനെ ചേർത്ത് പിടിക്കണം. പക്ഷെ ദീപ മുമ്പിലേക്ക് വരുന്നില്ല. അപ്പോൾ കല്യാണി പ്രകാശിനോട് പണ്ട് അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, അമ്മയുടെ മനസ്സിൽ ആ ഒരു ഇത് മാറിയിട്ടില്ല, അതുകൊണ്ടിട്ടാണെന്ന് പറയുമ്പോൾ സാരില്ല മക്കളെ, അല്ല കാർത്തിക വരുമെന്ന് ചോദിക്കുമ്പോൾ കാർത്തിക ചേച്ചി പുറപ്പെട്ടിട്ടുണ്ട്, വരുമായിരിക്കും, ലക്ഷ്മി അമ്മ വരില്ല, കാർത്തിക ചേച്ചി വരും, പിന്നെ അമ്മമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കിരണേട്ടൻ്റെ അച്ഛനും അമ്മയും വരും, പിന്നെ സോണിയും ആൽബിയും വരത്തില്ല, അവർ അവിടെ നിന്ന് വരുമ്പോഴേക്കും ഓണം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നാണ് പറഞ്ഞത്, പിന്നെ യാമിനി ചേച്ചി വരുന്നുണ്ട്, എല്ലാവരും ഉണ്ടച്ചാന്ന് പറയാണ്. പ്രകാശന സന്തോഷമാണ്, അപ്പം എല്ലാവരും ഉണ്ടല്ലേ, അപ്പം നമുക്ക് ഓണം അടിച്ചു പൊളിക്കാമല്ലേ. എല്ലാ മക്കളെ അപ്പുറത്തെ വീട്ടിൽ അവളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആര്, ആ സരയുവാണോ? ഞങ്ങളിപ്പോൾ ശ്രദ്ധിക്കാറില്ല അച്ഛാ അതൊന്നും പറയുന്നുണ്ട്. കിരൺ പറയുന്നുണ്ട് അതെ പ്രകാശ, ഞാൻ നിങ്ങളെ അച്ഛാന്ന് വിളിക്കാത്തത് ഇപ്പോൾ കാരണം നിങ്ങൾ മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് എവിടെയൊക്കെ ചെറിയൊരു സംശയം ഇപ്പോഴും ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പൂർണ്ണ മനസ്സോടെ അച്ഛാന്ന് വിളിക്കാത്തത്. നിങ്ങൾ വിക്രം വന്നിട്ട് നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റില്ലെങ്കിൽ മാത്രമേ നിങ്ങളെ ഞാൻ അച്ഛാന്ന് വിളിക്കുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് മോനെ, നീയും രതീഷൊക്കെ എന്നെ അച്ഛാന്ന് വിളിക്കണത്. അതെ, കടുവേനെ കടുവാന്ന് വിളിക്കണതാണ് നല്ലത്, അതെ അല്ലേ കടുവേ എന്ന് ചോദിക്കുമ്പോൾ പ്രകാശം ചിരിക്കും കേട്ടോ. അങ്ങനെ രതീഷ് കടുവാന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ലൊക്കേഷൻ്റെ ആ ഒരു വീഡിയോയിൽ. അപ്പോൾ എന്തെന്നാലും അടിപൊളിയായിട്ട് ഓൺ എപ്പിസോഡ് വരാനിരിക്കുന്നുണ്ടെന്നാണ് അത് കാണിച്ചതിന് അർത്ഥം. പിന്നെ നമ്മുടെ കല്യാണിയുടെയും കാദംബരിനെ വിക്രം ഉപദ്രവിക്കുന്ന ഒരു ഭാഗവും കാണിച്ചല്ലോ, അതും ഇത് തന്നെയാണ് കേട്ടോ, സ്വപ്നം തന്നെയാണ്. കാരണം വെച്ചാൽ ഈ ഓണത്തിന്റെ ലൊക്കേഷനിൽ വിക്രം ഒന്നുമില്ല, അതായത് ഓണത്തിന്റെ ആ ഒരു ഈ ഭാഗങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും വിക്രം വരുന്നത്, അപ്പം അതിന് മുമ്പ് വിക്രം വരുന്നൊന്നുമില്ല. അപ്പോൾ ആ കാണിച്ച ഭാഗം സ്വപ്നം അല്ലെങ്കിൽ വിക്രം ആവാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ ലൊക്കേഷൻ വീഡിയോ കണ്ടപ്പോൾ. ഞാൻ ഇന്നലെ രാത്രി കണ്ടതുകൊണ്ടിട്ടാണ് ഇന്ന് ഈ ഒരു പ്രൊമോ വീഡിയോ ഇടാൻ താമസിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് എപ്പിസോഡ് ഇല്ല, ഇനി നാളെയാണ് എപ്പിസോഡ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.